നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഇന്ന് നാം എവൻഗേലിയനായി വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 41-42 വാക്യങ്ങൾ. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി. പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു മംഗളവാർത്താ കാലമാണ്, സദ്വർത്തമാനത്തിൻ്റെ കാലമാണ്. സബ്റോ എന്ന വാക്കിൽ തന്നെയാണ് ഈ മംഗളവാർത്ത സഭ ഓർക്കുന്ന നാളുകളാണ്. പരിശുദ്ധ കന്യാമറിയാമിനോടുള്ള അറിയിപ്പ് നാം കേട്ടു, സക്രിയാവിനോടുള്ള അറിയിപ്പ് നാം കേട്ടു. ഇപ്പോൾ പരിശുദ്ധ കന്യാമറിയാമും എലിസബത്തും തമ്മിലുള്ള സംഭാഷണത്തെ നാം ഇന്ന് വായിച്ച് കേൾക്കുന്നു. ആട്ടിടയന്മാരോട് ഇനി സദ്വർത്തമാനമുണ്ട്, വിദ്വാൻമാർക്ക് ലഭിച്ച സന്ദേശമുണ്ട്. ഇതിൻ്റെ എല്ലാം പരിസമാപ്തിയാണ് ക്രിസ്മസ്. ഇങ്ങനെ സഭ നടന്ന് അടുത്തടുത്ത് ക്രിസ്തുമസ് എന്ന മഹാരഹസ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ക്രിസ്തു ചരിതം ഓരോ പ്രാവശ്യം നാം കേൾക്കുകയും മനസ്സിലാക്കുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ ക്രിസ്തു ഭക്തരായി ക്രിസ്തു ജനനത്തിൻ്റെ രഹസ്യം ഓരോ പ്രാവശ്യവും ഗ്രഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ദൈവം നമ്മെ സഹായിക്കുന്ന ഒന്നതാണ്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയാമിൻ്റെ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഭ്രമിപ്പിക്കുന്ന ഒരു സ്വരം പോലെയാണ് കന്യാമറിയാമിന് ആ സ്വരം കേട്ടത്. തന്നെ ഭ്രമിപ്പിക്കുകയാണ്, ത്രസിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. ഈ കാലം പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും ദുഃഖവും ഉണ്ടാകും. ഓരോ ദിവസവും പത്രം വായിച്ചു കഴിയുമ്പോൾ ഇന്നിത് വായിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ചിന്ത. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. പീഡനകാലം, കൊട്ടേഷൻ കൊലപാതകങ്ങളുടെ കാലം, നേറും നെറിയുമില്ലാത്തൊരു കാലം, സത്യസന്ധരല്ലാത്ത പ്രവർത്തനം, സത്യാനന്തര കാലം എന്നതിന് പേര് തന്നെ ഇട്ടിരിക്കുന്നു. സത്യം നഷ്ടപ്പെട്ടു പോയോ, നശിച്ചു പോയോ, ന്യായം ഇല്ലാതായ ഒരു കാലമാണോ എന്ന് നാം ചിന്തിക്കണം. 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനം, വിദ്യാവിഹീനമായ പ്രവർത്തനം രീതി, അതെല്ലാ തലങ്ങളിലും ഉണ്ടായി വരുന്നു. കേരളത്തിലെ സഭകൾക്കെല്ലാം പ്രശ്നങ്ങളാണ്. എല്ലാ സഭകളും വിഘടനവാദം വർദ്ധിച്ച് ശക്തി ആർജിക്കുന്ന ഒരു കാലം. ഒരു സെറ്റിനിക് വർക്ക് പോലെ നമുക്ക് തോന്നാം, എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ സദ്വർത്തമാനത്തിന് എതിരായി ദുർവർത്തമാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമായി നാം തീർന്നിരിക്കുന്നു. കൃപ എന്ന വാക്കും അതുപോലെ തന്നെയാണ്. കൃപ വളരെ സൗന്ദര്യമുള്ള സൗകുമാര്യം നിറഞ്ഞ ഒരു പദമാണ് കൃപ. എന്നാൽ ഇതിന് അർത്ഥവും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കൃപ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. മൂർച്ച നഷ്ടപ്പെട്ട ഒരു വാക്കത്തി പോലെയാണ് കൃപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബലം നഷ്ടപ്പെട്ടു പോയി, ഓജസ് നഷ്ടപ്പെട്ടു പോയി, അർത്ഥവും നഷ്ടപ്പെട്ടു പോയി. എന്തൊക്കെയാണ് വിശേഷം എന്നൊരാൾ ചോദിക്കുമ്പോൾ നാം മേമ്പടി പോലെ ചേർത്ത് പറയുന്നൊരു വാക്കാണ് കൃപ. അല്ല, എങ്ങനെയുണ്ട് ആരോഗ്യം? വലിയ കുഴപ്പമൊന്നുമില്ല, അല്പം ഷുഗറുണ്ട്, സ്വല്പം പ്രഷറുണ്ട്, ദൈവകൃപയാൽ ജീവിച്ചു പോകുന്നു. മക്കളൊക്കെ, മൂത്തവൻ കുവൈറ്റിലാണ്, രണ്ടാമത്തവൻ ദുബായിലാണ്, മൂന്നാമത്തേൻ്റെ വിസ അടിച്ചു വന്നിട്ടുണ്ട്. ദൈവകൃപയാൽ മക്കളൊക്കെ സുഖമായിരിക്കുന്നു. ജീവിതമൊക്കെ എങ്ങനെ? വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ തമ്പുരാൻ്റെ കൃപയാൽ എല്ലാം നടക്കുന്നു എന്ന് പറയും. എപ്പോഴും ഒരു ഭൗതിക വളർച്ചയാണ് കൃപയ്ക്ക് ബന്ധമായി നാം പറയാനായിട്ട് ശ്രമിക്കുന്ന വാക്ക്. ഭൗതികമായ ഉയർച്ച, നിലനിൽപ്പ്, ക്ഷേമം, സൗഖ്യം, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വാക്കായി പലപ്പോഴും കൃപയെ നമ്മൾ തോൽക്കാറുണ്ട്. ഒരിക്കലും ഒരു തോൽവിയോ ഒരു കഷ്ടപ്പാടോ ദൈവകോപം എന്നൊരു ചിന്തയോ എന്ന് നമ്മെ ഒരിക്കലും ഭരിക്കുകയോ ചിന്തിക്കുകയോ ഇല്ല. നമുക്ക് ഗ്രാമീണയായ ഗലീലക്കാരി ഈ മറിയയോട് ചോദിക്കാം, എന്താണ് മറിയമേ നിനക്ക് കൃപ? എന്താണ് കൃപ? ഞങ്ങൾക്ക് വിശദീകരിച്ച് തരിക. ഗബ്രിയേൽ മാലാഖ പറഞ്ഞപ്പോൾ നീ പരിഭ്രമിച്ചല്ലോ, എന്നാലും മനസ്സിലാക്കി കാണുമല്ലോ. 33 വർഷം ജീവിച്ച തൻ്റെ മകനോടുകൂടെ കൃപയുടെ അനന്തമായ വിഹായസിലേക്ക് നീ പ്രവേശിച്ചല്ലോ. എന്താണ് പറയുക? എന്താണ് കൃപ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ഒന്നാണ് കൃപ എന്ന് നാം സാധാരണ വ്യാഖ്യാനിക്കാറുണ്ട്. അർഹതയില്ലാത്ത സ്ഥലത്ത് എനിക്ക് ലഭിക്കുന്നത് ദൈവകൃപ.
ചോദിക്കാതെ ലഭിക്കുന്നതാണ് ദൈവാനുഗ്രഹം. ഭൗതിക നേട്ടങ്ങൾ മാത്രമാണ് കൃപയ്ക്ക് അടിസ്ഥാനം. നല്ല വീട്, സാമ്പത്തിക നേട്ടം, മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഉന്നത പദവി. മതവും വിശ്വാസവും അതിനുവേണ്ടിയാണ് എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. ഇയ്യോബിൻ്റെ മുമ്പിൽ വന്ന് സാത്താൻ ദൈവത്തോട് പറയുന്നു, വെറുതെയാണോ ഇയ്യോബ് നിന്നെ നമസ്കരിക്കുന്നത്? ആർക്കും നമസ്കരിക്കാം. ഒരു നറച്ചൂണും കഴിഞ്ഞ് ഒരു പൂവമ്പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആർക്ക് വേണം ഒരു രേമ്പക്കം ഇട്ട് കഴിയുമ്പോൾ ഇതാണ് ഭക്ഷണമെന്ന്, ഇതാണോ ആരോഗ്യമെന്ന് വിചാരിക്കുന്ന പോലെയാണോ? വെറുതെയോ ഇയ്യോബ് നിന്നെ നമസ്കരിക്കുന്നത്? എന്തെല്ലാം സൗകര്യങ്ങളാണ് അവനുള്ളത്. കപടവിശ്വാസവും ദൈവവിശ്വാസവും ഭക്തിക്ക് ചേർന്ന കാര്യങ്ങളായിട്ട് പരിണമിക്കാം. എവിടെയാണ് കൃപ? എന്തൊക്കെയാണ് കൃപയുടെ നീർച്ചാലുകൾ എന്ന് നമുക്ക് ചോദിക്കാം. എലിസബത്ത് നിന്നയുടെ നടുവിൽ നിന്ന ഒരു അവസരത്തിലാണ് കന്യാമറിയാം സന്ദർശനത്തിന് വേണ്ടി വരുന്നത്. 6 മാസം ഒളിച്ചു പാർത്തെന്നാണ് പറയുന്നത്. വാർദ്ധക്യത്തിലൊരു ഗർഭം ധരിക്കുക, ആ ഒരു സ്ഥിതിയിൽ ഒരു സാന്ത്വന വാക്കുമായി പരിശുദ്ധ കന്യാമറിയാം എലിസബത്തിനെ സന്ദർശിച്ചതാണല്ലോ ഇന്ന് നാം കേട്ട വേദവചനം. നമ്മുടെ നാട്ടിൽ ധാരാളം ആത്മഹത്യ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. ആത്മഹത്യ ചെയ്യപ്പെടുന്ന ആളിൻ്റെ കുടുംബം നേരിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അയൽക്കാർ നിന്ദിക്കുന്നു, സമൂഹം നിന്ദിക്കുന്നു. അതുവരെയും വളരെ ആക്റ്റീവായിരുന്ന ഒരാൾ പെട്ടെന്ന് സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. നിന്ന ധരിക്കുന്ന ഒരവസരത്തിൽ കൂടെ നിന്ന് ഒരു സ്വാതന്ത്ര്യം പറയാൻ നമുക്കും പലപ്പോഴും കഴിയാതെ പോകും. വെറുക്കപ്പെട്ട ഒരു ഭവനമായി ആ വീടിനെ തീർക്കാറുണ്ട്. എനിക്ക് പരിചയമുള്ളൊരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്രകാരം ആത്മഹത്യ ചെയ്തു എന്ന് പത്രത്തിൽ വായിച്ച് കേൾക്കുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ തനിയെ ആ വീട് സന്ദർശിക്കാറുണ്ട്. പ്രസംഗിക്കാനില്ല, ആ വീട്ടുകാരുടെ സ്ഥിതിയിൽ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി ഒരു വാക്ക് അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തക്കണം ഞാൻ പോരുന്നു. എനിക്ക് അത്ഭുതം തോന്നി. വളരെ സംഗതമായൊരു കാര്യം, സുവിശേഷ വേലയുമാണ്. ജാതി മതഭേദമന്യേ ഇങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ ചെന്ന് ഒരു സന്ദർശനം. ഇതുപോലൊരു സന്ദർശനമായിരിക്കാം കന്യാമറിയാം എലിസബത്തിൻ്റെ അടുത്ത് ചെന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വാക്ക്, ദൈവം കൂടെയുണ്ടെന്നൊരു അർത്ഥം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരാൾ അടുത്ത് വരുമ്പോൾ നാമും പരിശുദ്ധാത്മാ പൂർണ്ണരാകും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ കന്യാമറിയാം, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ പരിശുദ്ധ കന്യാമറിയാം എലിസബത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എലിസബത്തും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, മാതാവ് എൻ്റെ അടുക്കൽ വന്നു എന്നുള്ളത് എത്ര സന്തോഷത്തോടുകൂടെ തുള്ളിച്ചാടിയാണ് എലിസബത്ത് പ്രകീർത്തിക്കുന്നത്. അപ്പോൾ മറിയ പറയുന്നു, തലമുറകൾ മുഴുവൻ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. യേശുവിൻ്റെ കാലത്ത് ആളുകൾ വന്ന് പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരങ്ങൾ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ അമ്മ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാവരും എൻ്റെ അമ്മയാണ്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൽ എല്ലാവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ. എത്രയോ കന്യാസ്ത്രീകളാണ് സഭ മുഴുവൻ, അവരുടെ മുഴുവൻ ഡെഡിക്കേഷൻ, ലൈഫ് മുഴുവൻ കർത്താവിനെ ഒരു മണവാളനായി കണ്ടുകൊണ്ട് മണവാട്ടിയായി സഭയ്ക്ക് വേണ്ടി അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മദർ തെരേസ ജീവിച്ചിരുന്ന കാലം അവരൊരു ഹോസ്പിറ്റൽ, കൽക്കട്ടയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ലോകം മുഴുവൻ ഉത്കണ്ഠയോടുകൂടിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ക്ലിൻ്റൺ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയോട് ഒരു വാക്കിലൊരു സന്ദേശം, ഹൗ ഈസ് മദർ? അമ്മയ്ക്ക് എങ്ങനെ സുഖമോ? പ്രസവിക്കാത്ത ഒരു സ്ത്രീയെ ലോകം മുഴുവൻ അമ്മയെന്ന് പറയുന്നു. ഒരമ്മയുടെ സ്വാധീനം, ഒരമ്മ കൊടുക്കേണ്ട സ്നേഹം, കരുതൽ, ഇതെല്ലാം ആര് കൊടുക്കുന്നോ, ആർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ അവരെല്ലാവരും ദൈവത്തിൻ്റെ അമ്മമാരാണ്. നമുക്ക് പരിശുദ്ധ മറിയത്തിനോട് ചോദിക്കാം, എന്താണ് കൃപ? വേണമെങ്കിൽ അക്കമിട്ട് എണ്ണി പറയാം. ഒരു മാലാഖായുടെ സന്ദർശനം, ദിവ്യ സന്ദേശത്തിൻ്റെ ഉടമ, പേര് വിളിച്ച് എന്നെ വിളിക്കുന്ന ഭാഗ്യകരമായ ഒരു വിളി, ഭാഗ്യകരമായ ഒരു ഗർഭധാരണം,
അസാധാരണമായൊരു പ്രസവം. നിങ്ങൾക്ക് അടയാളം ശീല ചുറ്റി വഴിയമ്പലത്തിൽ കിടക്കുന്ന ശിശു എന്ന് ആട്ടിടയന്മാരോട് പറയുന്നു. ആട്ടിടയന്മാർ സുവാർത്തയുമായി വന്ന് മാലാഖമാരുടെ ഗീതം ആവർത്തിക്കുന്നു. സമ്പന്നരായ രാജാക്കന്മാർ അടുത്തു വന്ന് നെടുമ്പാട് വീണ് യേശുവിനെ നമസ്കരിക്കുന്നു. ഏതമ്മയ്ക്കും കോൾമേർ കൊള്ളാവുന്ന ഒന്നാണ്. ഈ രാജാക്കന്മാർ വന്ന് തൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. 12 വയസ്സായപ്പോൾ മകനുമായി ദേവാലയത്തിൽ പോകുന്നു. ഗുരുക്കന്മാരുമായി സംസാരിക്കുന്നു. അത്ഭുതം കൊള്ളാം, ഏത് അമ്മയ്ക്കും അപ്പനും 12 വയസ്സിൽ അനുഗ്രഹീതമായ ഒരു വേദപരിജ്ഞാനം കൊണ്ട് നിറഞ്ഞൊരു മകൻ. ഇതെല്ലാം കൃപയുടെ ഭാവമായി തീരാം. തനിക്ക് 30 വയസ്സായപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ കല്യാണ വീട്ടിലെ പ്രശ്നം. അമ്മ വന്ന് പറയുന്നു, മകനെ, ഇവിടെ ഒരു പ്രോബ്ലമുണ്ട്, സോൾവ് ചെയ്യണം, നിനക്കത് കഴിയും. അപ്പോൾ മകൻ നിസ്സംഗനെ പോലെ പറയുന്നു, ഇവിടെ എന്ത് കാര്യം, എൻ്റെ ഇതുവരെ എൻ്റെ സമയം വന്നിട്ടില്ല. അപ്പോൾ ഈ അമ്മ പറയുന്നു, വന്നിട്ടുണ്ട് മകനെ, നിനക്കിനി ഒരു ചുരുങ്ങിയ കാലം 3 വർഷം കൂടെ ഉള്ളൂ. ആക്ട്, നീ ദൈവപുത്രനും ദൈവം അയച്ചവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു ആക്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയത് മറിയമാണെന്നാണ് എൻ്റെ വിചാരം. ആ വിശ്വാസം ആരെ എവിടെ ആട്രിബ്യൂട്ട് ചെയ്യുന്നു അവിടെ എല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അന്നും ഇന്നും എന്നും യേശു കർത്താവാണ്, ദൈവമാണെന്ന് ലോകത്തിൽ മനസ്സിലാക്കിയ ഏക വ്യക്തി പരിശുദ്ധ കന്യാമറിയാമാണ്. യു ആക്ട്. അത്ഭുതങ്ങൾ നടക്കുന്ന എല്ലാം ഉണ്ട്. അപ്പോൾ കന്യാമറിയാമിനോട് ചോദിക്കാം, കൃപ എന്താണ് മറിയമേ? ഇതൊക്കെയാണോ കൃപ? എല്ലാം അത്ഭുതങ്ങളാണ്. തങ്ങളോട് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞാലും കന്യാമറിയാമിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് തങ്ങളുടെ മാതാപിതാക്കൾക്ക് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ? അവർക്കൊന്നും മനസ്സിലായില്ലെന്നാണ് പറഞ്ഞു. ബട്ട് മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ ശേഖരം പോലെ ഈ അനുഗ്രഹീതമായ ദൈവവചനങ്ങളെല്ലാം തൻ്റെ മകൻ പറഞ്ഞതെല്ലാം ഈ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. ബാങ്കിലെ ലോക്കർ പോലെ അത് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ മറിയം കൃപ മനസ്സിലാകാത്ത പല സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. പുരുഷനെ മനസ്സിലാക്കാതെ ഗർഭധാരണം, അത് പേറിക്കൊണ്ട് 9 മാസം ജീവിക്കുക. കന്യാമറിയാമിനെ കുറിച്ച് പറയാറുണ്ട്, വിമൻ ഓഫ് 7 സോറോസ്, ദുഃഖപുത്രിയാണ്. ഇന്ന് കാണുന്ന കന്യാമറിയാമല്ല ആദിമ സഭയ്ക്ക് ആദിമ നൂറ്റാണ്ടിൽ ആദിമകാലത്ത് കർത്താവിൻ്റെ സമയത്ത് പുരുഷനെ അറിയാതെ ഗർഭധാരണം, നിന്ന ധരിച്ച ജീവിതം, പ്രസവിക്കാൻ ഒരിടമില്ലാത്ത അവസ്ഥ. ശിമിയോൻ്റെ പ്രവചനം, തൻ്റെ കുട്ടിയുമായി ദേവാലയത്തിൽ ചെല്ലുമ്പോൾ വന്ധ്യനായ ശിമിയോൻ പറയുന്നു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കും. എന്താണ് ഈ വാള് എന്ന് ചോദിച്ചതായിട്ട് പറയുന്നില്ല. ഈ വാളും പേറിക്കൊണ്ടാണ് 30 വർഷം ഈ അമ്മ ജീവിച്ചത്. എന്താണ് ശിമ്യോൻ പറഞ്ഞ വാളെന്താണെന്ന് ഏറ്റവും അവസാനമാണ് കന്യാമറിയാമിന് മനസ്സിലായത്. സമപ്രായക്കാരായ മക്കളില്ലാതെ വളർന്നയാളാണ് യേശു. തൻ്റെ ആ കാലത്ത് ജീവിച്ച 2 വയസ്സുള്ള എല്ലാവരും കൊല്ലപ്പെട്ടു. ഒരു കൂട്ടുകാരനില്ലാതെ പിള്ളേരെങ്ങനെ വളരും? സമപ്രായക്കാരില്ലാതെ വളർത്തിയ മറിയം. മിസ്രൈമിലേക്കുള്ള യാത്ര ഭീതി നിറഞ്ഞതായിരുന്നു. ഹെരോദാവ് നിന്നെ കൊല്ലാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആ ഭീതിയുടെ നിറവിലാണ് ഭാര്യയും ഭർത്താവും കൈക്കുഞ്ഞുമായി മിസ്രൈമിലേക്ക് പോകുന്നത്. മാതാപിതാക്കളുടെ കാലത്ത് തന്നെ മക്കൾ മരിക്കുക, ആ കാഴ്ച കാണുക, അത് ചിന്തിക്കുന്നതിലപ്പുറമാണ് പേരൻസിന്, കൂടെയുള്ളവർക്ക്. തൻ്റെ മകൻ ഗാഗുൽഥാ മലയിൽ കുരിശിന്മേൽ തൂക്കപ്പെട്ടവനായിരുന്നപ്പോൾ മേരി സ്റ്റുഡ് അണ്ടർ ദ ക്രോസ്. എല്ലാവരും ഓടിപ്പോയി. അപ്പോൾ മേരി അടുത്തുണ്ടായിരുന്നു, കൂടെയുണ്ടായിരുന്നു. അവരൊന്നിച്ചൊരു പാട്ട് പാടി. 22-ാം സങ്കീർത്തനം ഈ അമ്മ പഠിപ്പിച്ച പാട്ടാവാം, ഒന്നിച്ച് പാടാൻ കഴിഞ്ഞു. ഇതിപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ നാളുകളാണല്ലോ. തനിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കൂട്ടത്തിലാണ് പ്രശ്നങ്ങളില്ല. ഈ 22-ാം സങ്കീർത്തനം എൻ്റെ ഒരു ചിന്തയിൽ അവരൊന്നിച്ച് പാടി എന്നുള്ളതാണ്. ക്രൂശിൽ കയറാനും ക്രൂശിൽ നിന്നുള്ള വിടുതൽ തരുന്ന കർത്താവിൽ വിശ്വസിക്കാനും നല്ലതാണ്. തോൽക്കാൻ മക്കളെ പഠിപ്പിക്കുന്നില്ല. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സങ്കടം.
100% മാർക്ക്, 100% A+, ഇത് കിട്ടാത്ത കുട്ടികളെ മാതാപിതാക്കൾ കണ്ടമാനം ശകാരിക്കാറുണ്ട്. അതുകൊണ്ട് സൂയിസൈഡ് ചെയ്ത പിള്ളേരുമുണ്ട്, എനിക്കറിയാം. ഒരൊറ്റ മകൻ, അവന് 97% മാർക്ക് കിട്ടിയാൽ ബാക്കി 3 എവിടെ എന്ന് ചോദിക്കുന്ന ആളുകൾ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മക്കളെ വിളിച്ചിട്ട് പറയും, അവർ 3 പേരോടും പറയും, 60% മാർക്ക് മേടിച്ചാൽ മതി, 60 മേടിച്ചാൽ മതി, ബാക്കി 40 സ്നേഹം, സന്തോഷം, പരോപകാരം, ദൈവബോധം, പരിസ്ഥിതി ബോധം, ഇതൊക്കെ കൊണ്ട് നിറഞ്ഞതായിരിക്കണം ഈ 40%. അപ്പോൾ നിങ്ങൾക്കൊരു 100% ലഭിച്ചതുപോലെ തോന്നും. തോൽക്കാൻ പഠിപ്പിക്കണം കുട്ടികളെ. അല്പം വിജയം കണ്ടാൽ ഉടനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മക്കളെ പ്രകീർത്തിക്കേണ്ട നമ്മുടെ ഒരു സ്വഭാവമാണ്. കൂടുതൽ പ്രകീർത്തിക്കേണ്ട, അധികമായാൽ അവർ നിങ്ങളെയും വകവെക്കത്തില്ല. ബോധ്യമുണ്ടാവണം, ഒരു നിലയിൽ മതി. ഇത് ദൈവാനുഗ്രഹം മാത്രമാണെന്ന് അവരെ പഠിപ്പിച്ചാൽ മതി. ദൈവകൃപ ഉണ്ടാവണം, വളരും തോറും വിനയം ഉണ്ടാവണം. ഇല്ലി പോലെ ആയിരിക്കണം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. വളരും തോറും വളഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തമമായ നിതാന്തം എന്ന് നമുക്ക് മനസ്സിലാക്കണം. വളരും തോറും വളയുന്ന ഒരു അനുഭവം ഉണ്ടാവണം. ദൈവകൃപയുടെ വ്യാപനം എന്തെന്ന് പരിശുദ്ധ കന്യാമറിയാമാണ് നമ്മെ പഠിപ്പിച്ചത്. നേട്ടങ്ങൾ മാത്രമല്ല, തോൽവിയുടെ അവസാനമല്ല, കുരിശും അവസാനമല്ല എന്നും തോൽക്കാൻ മക്കളെ പഠിപ്പിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. കുറച്ച് നാൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശത്തിൽ കുട്ടികളുടെ ബുദ്ധി വളർച്ച ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പോർട്സ് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം പ്രധാന അതിഥിയായി അവിടെ എത്തി. അതേ സ്റ്റേജിലിരിക്കുന്നു. 50 മീറ്റർ ഓട്ടം ഇവർ 5 പേര് ഓടുന്നു. പൊതുവെ അവർ നല്ല തടിയന്മാരാണ്. 5 പേരും കൂടെ ഓട്ടം ഓടുന്നു. അല്പം മുമ്പോട്ട് പോയപ്പോൾ 2 പേര് താഴെ പോയി. ഉടനെ മുമ്പിൽ നിന്ന ബാക്കി 3 പേര് പുറകോട്ട് വന്നു. താഴെ വീണവരെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. വീണ്ടും അവർ ഒന്ന് ചോട്ടം ഓടുന്നു. അവർക്ക് 5 പേർക്കും ഫസ്റ്റ്. സമ്മാനദാനത്തിൻ്റെ സമയത്ത് പ്രസിഡന്റ് ലോകത്തോട് പറയുന്നു, നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടികളെന്ന് പറയുന്ന ഇവരുടെ വീഴ്ച കണ്ടില്ലേ, അവർ എഴുന്നേൽക്കുന്ന കണ്ടില്ലേ, ഓടി എല്ലാവർക്കും ഫസ്റ്റ് മേടിക്കുന്ന കണ്ടില്ലേ. ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ 5 പേര് ഓടിയാൽ എങ്ങനെ ഇരിക്കും? നടുക്ക് നിൽക്കുന്നവൻ വലത്തുകാലം നോക്കിയാൽ മതി, ഒരുത്തൻ താഴെ പോകും. ഇടത്തുകാലം നോക്കിയാൽ മറ്റൊന്നും കൂടെ താഴെ പോകും. അപ്പോൾ 3 പേർക്ക് സമ്മാനം കിട്ടും. തോൽക്കാൻ പഠിപ്പിക്കുമ്പോഴാണ് വളരാൻ സാധിക്കുന്നത്, നന്മ കൊണ്ട് നിറയുന്നത്. കുരിശിലൂടെ മാത്രമേ വിജയമുള്ളൂ, കുരിശിലൂടെ മാത്രമേ കിരീടമുള്ളൂ. കൃപയെക്കുറിച്ച് എന്താണ് പൗലോസ് അപ്പോസ്തലനോട് നമുക്ക് അപ്പോസ്തലൻ എന്താണ് കൃപ? അപ്പോൾ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 12:5 ബലഹീനതയിലാണ് പ്രശംസിക്കേണ്ടത്, വിജയത്തിലല്ല പ്രശംസിക്കേണ്ടത്. എനിക്കും ഉണ്ടാവാം നല്ല പ്രവാചകൻ, വലിയ പ്രവാചകൻ, ഗമാലിയലിൻ്റെ കീഴിൽ പഠിച്ചവൻ. എന്നാൽ എൻ്റെ ദൈവം ഒരു മുള്ളു തന്നു, ഒരു ശൂലം തന്നു. പ്രവചനത്തിൻ്റെ ബാഹുല്യം കൊണ്ട് നിഗളിച്ചു പോകാതിരിക്കാൻ ഒരു ശൂലം തന്നിരിക്കുന്നു. 3 വട്ടം അത് നീങ്ങിപ്പോകാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ലെറ്റ് ഇറ്റ് ബി ദെയർ, അതവിടെ ഇരിക്കട്ടെ. എന്നാൽ എൻ്റെ കൃപ കൊണ്ട് ഞാനത് പൊതിയാം. നീ വിഷമിക്കണ്ട, നിന്റെ മുള്ള ഞാൻ കൃപ കൊണ്ട് പൊതിയാമെന്ന് പറയുന്നു. ബലഹീനനായിരിക്കുമ്പോഴാണ് ദൈവശക്തി നാം ഏറെ അനുഭവിച്ചറിയുന്നത്. ബലഹീനമായ സമയത്ത് ദൈവത്തിന് സ്തുതി പറയാൻ കഴിയണം. രോഗത്തിൻ്റെ മധ്യത്തിൽ ദൈവമേ ഈ രോഗം വന്നത് നന്നായി. ഒരു ബലഹീനമായ അവസരത്തിൽ, ഒരു വേർപാടിൻ്റെ മധ്യത്തിൽ താങ്ക് യു ജീസസ്, നന്ദി ദൈവമേ, നന്ദി എന്ന് ദൈവത്തോട് പറയാൻ നമുക്ക് കഴിയണം. കൃപ എന്നുള്ളത് ദൈവത്തെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. കഷ്ടതയിൽ പാട്ടുപാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ കൃപ ചെയ്യുന്ന ഒരു ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ വർധനവാണ് ഓരോ ദുഃഖവേളകളിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവകൃപ
അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ ദൈവമേ കന്യാമറിയാമിനെ പോലെ സങ്കടങ്ങളുടെ മധ്യത്തിൽ, തെറ്റിദ്ധാരണയുടെ മധ്യത്തിൽ, അപകടത്തിൻ്റെ മധ്യത്തിൽ, പരിഹാസത്തിൻ്റെ മധ്യത്തിൽ ഉറച്ചു നിൽപ്പാൻ, പിടിച്ചു നിൽപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുജനത്തെ കൊണ്ടാടാൻ സഭ ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്കും ഈ രക്ഷകൻ്റെ ഈ തിരുപ്പിറവിയുടെ അർത്ഥം, ആഴം ഗ്രഹിപ്പാൻ ദിനംതോറും ആഴ്ചകളോളം പ്രാർത്ഥിച്ച് കൃപയിൽ വളരുവാനും നിലനിൽപ്പാനും ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.